ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടിയാണ് നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോവുകയാണ്. ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ ഞാൻ ചിക്കൻ കറി വയ്ക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ അപ്പം പറഞ്ഞു തരും, അല്ലെങ്കിൽ അമ്മ പറഞ്ഞു തരും. ഇത് രണ്ടും നോക്കിയിട്ടാണ് നമ്മൾ ഇത്രയും ചിക്കൻ കറി വെച്ചത്. ഇപ്രാവശ്യം നമ്മൾ യൂട്യൂബിൽ കുറേ വീഡിയോസ് റെഫർ ചെയ്ത് അവസാനം അതെല്ലാം കൂടി കണ്ടിട്ട് എൻ്റേതായ ഒരു രീതിക്കാണ് ഞാൻ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്നറിയില്ല, ഉപ്പ് കൂടുമോ മുളക് കൂടുമോ എന്താ കൂടുന്നൊന്നും പറയാൻ പറ്റില്ല. സോ ഇതുണ്ടാക്കുന്നതിന് മുമ്പ് എക്സ്പെർട്സൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ടാക്കുക. അല്ലാണ്ട് ഒന്നും അറിയാത്ത പിള്ളേരൊന്നും ഇത് കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വരുത്തി വയ്ക്കരുത് ബേസ്. ചിക്കൻ കറിക്ക് മെയിനായിട്ട് ആവശ്യമുള്ളതാണ് സബോള. ഇതാണ് ചിക്കൻ കറിയുടെ മെയിൻ സാധനം എന്നാണ് എൻ്റെ ഒരു കേട്ടറിവ്. പിന്നെയുള്ളത് തക്കാളി. ഞാനിവിടെ 3 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനൊരു 7 സവോള, 3 തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി. ഞാൻ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമുക്ക് ആദ്യം ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. ഇതിന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പിന്നെ മുളകും കൂടി ഉണ്ട്, മുളകും കൂടി കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് ചൂടാവണ വരെ വെയിറ്റ് ചെയ്യുക. ചട്ടി ചൂടായതിന് ശേഷം മെല്ലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ച് അധികം ഒഴിക്കുന്നുണ്ട്, കാരണം സവോള അത്രയധികം ഉള്ള കാരണമാണ് ഇത്ര ഒഴിക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ചൂടാവണ വരെ വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടാവുന്ന സമയത്ത് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഇട്ടാൽ മതി, പിന്നെ ആവശ്യത്തിന് ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. കരിയണ്ടെന്ന് തോന്നുന്നു, കരിയണ്ട. നേരെ നമ്മുടെ സവോള ഇട്ട് കൊടുക്കണം. ഇത് കൂട്ടുന്ന സമയത്ത് നമ്മുടെ സവോള നമ്മൾ അരിഞ്ഞ് വെച്ച സവോള നീളത്തിനാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് അരിയാം. നീളത്തിനാണ് ഞാൻ അരിഞ്ഞത്, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അരിയാം. പൊട്ടി വന്ന് കരിയേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് കുറച്ച് സവോള, അതിനുശേഷം സവോള ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം. സവോള നല്ല രീതിക്ക് ബ്രൗൺ കളറാകുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിക്ക് ബ്രൗൺ കളറാവണം. നമ്മളിത് പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ലേശം ഇട്ട് കൊടുത്താൽ മതി, ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. എന്നാലും ഉപ്പിട്ട് കൊടുത്താൽ കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്നാണ് മമ്മി പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പാണ് ഇട്ടത്. എന്നിട്ട് അത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിക്ക് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. സവോള ഈ ഒരു കളറാവുന്ന സമയത്ത്, ഒരുപാട് ബ്രൗൺ അല്ല, ലൈറ്റ് ബ്രൗൺ ആവുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കുക. കറിവേപ്പില വിതറി കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മളൊരു റോസ്റ്റ് പരുവത്തിനാവുന്ന വരെ, നല്ല രീതിക്ക് ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ ഇളക്കണം. അയ്യോ, ഒരു സാധനം മറന്നു, പച്ചമുളക് ഇടാൻ മറന്നു. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിക്ക് റോസ്റ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. നല്ല രീതിക്ക് റോസ്റ്റ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ പൊടികൾ നമ്മൾ ഇടാൻ പോകുന്നത്. പൊടികളെന്ന് പറയാൻ അളവൊന്നും എനിക്കറിയില്ല, എൻ്റെ ഒരു ഊഹാബോധത്തിലിടുന്നതാണ്. എന്നാലും സ്പൂണ് കണക്കിന് പറയാം. അളവും കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ റോസ്റ്റ് ആവണവരെ ഇത് വെയിറ്റ് ചെയ്യണം. നമ്മുടെ സവോള കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മധ്യഭാഗത്ത് ഒരു ദ്വാരം ഉണ്ടാക്കണം. അതിന് ശേഷമാണ് നമ്മുടെ പൊടി ഐറ്റംസൊക്കെ ഇടേണ്ടത്. അതിപ്പം ആദ്യം ഇടുന്നത് മുളക് പൊടിയാണ്. ഇത് എൻ്റെ കാശ്മീരി മുളക് പൊടി ഇല്ല, അത് കാരണം എരിവുള്ള മുളക് പൊടി തന്നെയാണ്. ഞാനൊരു 4 സ്പൂൺ, 4.5 സ്പൂണ്, വേണ്ട 5 സ്പൂൺ ഇരിക്കട്ടെ, 5 സ്പൂൺ മുളക് പൊടി. അത് കഴിഞ്ഞിട്ട് പിന്നെ മല്ലിപ്പൊടി ഞാനൊരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഇപ്പോൾ 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കൂടി ഇരിക്കട്ടെ, വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പിന്നെ അടുത്ത് വെച്ചിടുന്നതാണ് മഞ്ഞൾപ്പൊടി. നമുക്ക് ഒരു സ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂൺ കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഗരം മസാല ഇപ്പോൾ ഇടുമോ അറിയില്ല, എന്നാലും എന്തായാലും ഇടേണ്ട കാര്യമായത് കാരണം ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പകുതി മുക്കാലൊക്കെ ആകുമ്പോൾ ഇടാം. ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഗരം മസാല ഇടാം. എനിക്കറിയില്ല കേട്ടോ ഇതെങ്ങനെയാണെന്ന്. എനിക്ക് കറക്റ്റ് എത്ര ഇടണമെന്നൊന്നും പറഞ്ഞുതരാൻ അറിയില്ല.
എത്ര ടീസ്പൂണാണെന്നൊന്നും അറിയാത്തതാണ് പറഞ്ഞ്. ഇനി ഇത് നല്ല രീതിക്ക് ഇതിൻ്റെ പച്ചമണം മാറണ വരെ, മുളക് പൊടീൻ്റെ ഒക്കെ ആ ഒരു പച്ച കുത്തുണ്ടാവും, അത് മാറണ വരെ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കാം. അത്യാവശ്യത്തിന് ചുമയൊക്കെ വരും, അതൊക്കെ സഹിച്ച് പിടിച്ചിട്ടൊക്കെ ചെയ്യുക. തക്കാളി ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വഴന്നൊക്കെ കഴിഞ്ഞിട്ട് പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇടാം. മല്ലിയിലേക്ക് ഇടും തോന്നുന്നുണ്ട്, മല്ലിയില അവസാനം ഇടാം നമുക്ക് ലാസ്റ്റ് ഒരു മണത്തിന്. പിന്നെ ഇതിൽ ഏലക്കയൊക്കെ ഇടണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏലക്കയൊക്കെ ഇട്ട ചിക്കൻ കറിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ കറികളിലാണെങ്കിലും എന്തിലാണെങ്കിലും ഞാൻ ഏലക്ക ഇടില്ല. കാരണം ഏലക്ക 4 ഇട്ട് കഴിഞ്ഞാൽ 4 എനിക്ക് തന്നെ കിട്ടും. അത് കാരണം ഈ ഏലക്ക ഞാൻ ഇടാറില്ല. നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഈ ഏലക്ക കടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടേസ്റ്റേ മാറിപ്പോകും. കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ ഇപ്പോൾ 4 പേരുണ്ടെങ്കിൽ ആ ഏലക്ക 4 കിട്ടുന്നത് എനിക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഏലക്ക ഇടണമെന്നില്ല. ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 3 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി നല്ല രീതിക്ക് വാടി വരുന്നത് വരെ, ഇതിൻ്റെ ഒരു എണ്ണ പോലെ ഇറങ്ങും, അതുവരെ നമുക്ക് ഇത് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം. കരിയുണ്ട് ഇല്ലേ, അടി നല്ല രീതിക്ക് കരിയുന്നുണ്ട്. തക്കാളി നല്ല രീതിക്ക് ഉടഞ്ഞ പരുവത്തിനാവണം. അതിൻ്റെ ഒരു ഓയിൽ പോലെ ഇറങ്ങുമല്ലോ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പം ഇതിൻ്റെ ആ ഒരു മസാലക്കൂട്ടൊക്കെ റെഡി ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്ന് വഴന്നൊക്കെ കഴിഞ്ഞ് തക്കാളി നല്ല രീതിക്ക് ഉടഞ്ഞു കഴിഞ്ഞിട്ട് വേണം നമുക്കിനി നമ്മുടെ ചിക്കൻ ഇടാനായിട്ട്. തക്കാളി നല്ല രീതിക്ക് ഉടഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ട് ഇടുന്ന സാധനം ഇടാം. വേറൊന്നല്ല, ചിക്കൻ. ഇത് ഞാൻ ഒരു 3-4 മുറി കഴുകിയിട്ടുണ്ട്, എന്നാലും നമുക്കിടാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി ഇതിൻ്റെ ഒരു നെയ്യ് പോലെ അല്ലേ, എന്തോ എണ്ണ പോലെയോ, ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റാവും. അതുപോലെ നമുക്കൊന്ന് ഇളക്കി അതിന് ശേഷം നമുക്ക് എടുത്ത് വെക്കുന്നതായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഇപ്പോഴും ഒഴിക്കണ്ടേ, അത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അറിയില്ല, ഞാൻ വെള്ളം എന്തായാലും ഇപ്പോൾ ഒഴിച്ചു. അയ്യോ, മറ്റേ മസാല മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒഴിക്കേണ്ടത്. ഒന്നും അറിയില്ലെങ്കിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല രീതിക്ക് എല്ലാ പീസിലും നമ്മുടെ മസാല എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. നമ്മളിതൊരു ചാറ് പരുവത്തിനല്ല, നമ്മൾ നല്ലൊരു ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ചാറ് പരുവത്തിനല്ല ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, നല്ലൊരു ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കണം, മൂടി വെക്കണം. എന്നിട്ടൊരു സിമ്മും അല്ല ഹൈ ഫ്ലെയിമും അല്ലാത്ത രണ്ടിൻ്റെയും നടുക്കിട്ടിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അതൊന്ന് കുറുകി സെറ്റായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഗരം മസാല ഇട്ടെങ്കിലും ഒന്ന് തൂളിച്ചെങ്കിലും കൊടുക്കണ്ടേ. സോ ഇത് സിമ്മും അല്ല ഹൈ ഫ്ലെയിമും അല്ലാത്ത ആ ഒരു റേഞ്ചിൽ വെക്കണം. അതിനുശേഷം ഇതൊന്ന് മൂടി വയ്ക്കണം. മൂടി വെച്ചതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തിളച്ച് വന്ന് അതിൻ്റെ ഒരു എണ്ണയൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് തുറന്ന് നോക്കാം. നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇളക്കണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് നോക്കണ്ടേ. ഇതാ നല്ല രീതിക്ക് തിളച്ചു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. നല്ല രീതിക്ക് ഇതിലും നല്ല രീതിക്ക് ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റി പോകണം. വെള്ളം കുറച്ച് കൂടിയാ? ഇല്ല, വെള്ളം കൂടിയിട്ടൊന്നുമില്ല. ഇപ്പം നല്ല രീതിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൻ ഉണ്ടാക്കുന്ന അത്ര മണമൊന്നും വന്നിട്ടില്ല, അപ്പനും അമ്മയൊക്കെ ഉണ്ടാക്കുന്ന അത്ര മണമൊന്നും വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്തായാലും ഇതുണ്ടാക്കിയിട്ട് കുളമായി ഞാൻ തന്നെ മൊത്തം തിന്നണ്ടേ. ഇത് ഇപ്പോൾ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ആവാത്ത കാരണം വെള്ളം വറ്റാൻ വേണ്ടി നമ്മൾ അടച്ചു വെച്ചിരിക്കുന്നു. അടുത്ത 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഒരു അരമണിക്കൂർ കഴിഞ്ഞു. അരമണിക്കൂറൊന്നല്ല, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ആ രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചാറ് പരുവത്തിനല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ നല്ലൊരു ഡ്രൈ പരുവത്തിനാണ് നമ്മൾ എടുക്കാൻ നോക്കുന്നത്. ഇപ്പോൾ നല്ല രീതിക്ക് കുറുകിയിട്ട് നല്ല രീതിക്ക് സെറ്റ് ആവണം.
വെള്ളം കുഴിച്ചത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒക്കെ തന്നെ. പിന്നെ ബാഡായാലും ശരിയായാലും നമ്മൾ തന്നെയല്ലേ കഴിക്കാൻ പോണ്. ഏത് ഇപ്പോൾ നമ്മുടെ ഇനി അടുത്ത് ഇതൊന്നും കൂടി തിളച്ച് റെഡിയാവണ വരെ നമുക്ക് ഉള്ളിലേക്ക് വെക്കാം, അടച്ചു വയ്ക്കാം. നല്ല രീതിക്ക് അതൊന്ന് കുറുകി സെറ്റാവണം. അടുത്ത 15 മിനിറ്റ്. അങ്ങനെ 1/4 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ കറി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. കിണ്ണ സ്മെല്ലുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ചത് കൂടിയുമില്ല കുറഞ്ഞുമില്ലാത്ത രീതിയിൽ പോയി, ഒരു സീനുമില്ല. നമ്മുടെ ചിക്കൻ കറി പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. കഷ്ണമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ജസ്റ്റ് വെന്തോന്നൊക്കെ നോക്കും കേട്ടോ. ജസ്റ്റ് വെന്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി വേറൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. ഓക്കെ, ഫൈനലി നമ്മുടെ ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. വിചാരിച്ചതിനേക്കാൾ അപ്പുറത്ത് അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഉപ്പ് കറക്റ്റായി വെന്തിരിക്കുന്നത്. ഒരു മിനിറ്റ്. ആദ്യമായിട്ടാണ് ഞാൻ ഇതിൽ ഉപ്പിടാൻ മറന്നു. കാരണം നിങ്ങളടുത്ത് പറയാൻ മറന്നു, വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഉപ്പിടുന്ന സാധനം. ബട്ട് അതാണ് എൻ്റെ ആദ്യമായിട്ടാണ് ഉപ്പ് കറക്റ്റ് ചെയ്തത്. നല്ല ടേസ്റ്റ്. സത്യം പറയില്ല, ഞാൻ ഉണ്ടാക്കിയാലും പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. വെന്തു. ഞാൻ ആസ് യൂഷ്വൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യാം. കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നോക്കും. ഞാൻ ചോറും കൂട്ടി ഒരു പിടി പിടിക്കട്ടെ. ഓക്കെ, ബൈ.